ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സവോള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 സവോളയാണ് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ഞാനിവിടെ എണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ സവോള കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് 1-2 എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി കുറയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എത്രത്തോളം കറിവേപ്പില ചേർക്കുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇത് അല്പസമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത്, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ മാവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക. ഇനി 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് 2 സ്റ്റെപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വെറും പച്ചവെള്ളം ചേർത്തും ഇത് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പാല് കുറേശ്ശായിട്ട് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നിങ്ങളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാകും കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് തോന്നുന്നത് അതുപോലെ ആയിട്ട് ചെയ്യുക. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ഞാനിത് ചേർത്ത് അടിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് സവോളയെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1-2 മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ എരിവിന് ആദ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, കുരുമുളക് പൊടിയും. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ എഗ് മസാലയോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. പിന്നെ ഒരു 2 നുള്ള് ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ആ ഒരു എരിവിനായിട്ട് ചേർക്കുന്നത്. അതാണ് നല്ലത് കേട്ടോ. കൂടുതൽ ഈ മുട്ടയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു വിഭവത്തിന് മുളക് പൊടിയേക്കാളും നല്ലത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർക്കുക. കാരണം ഇതിൽ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതെങ്കിലും ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റിൽ ഇടുന്നേക്കാളും കുറച്ചും കൂടി നേരത്തെ നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാനിതുപോലെ മുറിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്.
ഇനി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് മാവാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മുട്ടയൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവിലും ഒക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഒരു മുട്ട 4ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം, ഫുള്ളായിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ ഫില്ലിംഗ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യുന്നത് കേട്ടോ. അതാണ് കുറച്ച് നല്ലത്. കാരണം ഇതേ ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ മാവിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേ പാനിൽ തന്നെ ചെയ്യുന്നത്. ഇനി ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാവ് പകുതി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ എടുത്തൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ പാനായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പം നിങ്ങൾ മസാല തയ്യാറാക്കുമ്പോൾ ഇങ്ങനത്തെ പാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കൂടുതലായിട്ടൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിന് ഫുള്ളായിട്ടൊക്കെ നിറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതനുസരിച്ച് എടുക്കുക. എത്രത്തോളം അത് ഫില്ലിംഗ് ഒക്കെ കവർ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 2 ലെയറായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ 3 4 ലെയറിലൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ കൂടുതലും 2 ലെയറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് മാവിൻ്റെ ആ ഒരു തിക്നെസ് കൂടിപ്പോകും. അപ്പോൾ കൂടുതലായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലും മസാല ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മാറി വരും. ആ ഒരു ടൈമിൽ നമുക്കിത് തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നടുക്ക് ഭാഗം വിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ടതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കമഴ്ത്തുന്നുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് തവന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതാണ് നല്ലതെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. എനിക്കിവിടെ ഇത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നമുക്കിത് ടിഫിനിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാം. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നമുക്ക് ഡിന്നറിനും ഒക്കെ കഴിക്കാം. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.